എന്താണ് ലഹബ് സൂറത്തിൽ, മസദ് സൂറത്തിൽ മൂന്നാം ലോക മഹായുദ്ധത്തെ സംബന്ധിച്ച് പറയുന്ന ആ വലിയ മുന്നറിയിപ്പ്? തബ്ബത്ത് യദാ അബീ ലഹബിൻ വതബ്ബ് എന്ന് തുടങ്ങുന്ന ആദ്യത്തെ ആയത്ത്, അതിന്റെ അർത്ഥം ഇപ്രകാരമാണ്: അബൂലഹബിന്റെ ഇരു കൈകളും നശിക്കട്ടെ, അവൻ തന്നെ നാശമടഞ്ഞു എന്നുള്ളതാണ്. എന്താണ് ഈ ആയത്ത് നമുക്ക് കൂടുതൽ പരിശോധിച്ചാൽ മനസ്സിലാവുന്നത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞ നാമമാണ് അബൂലഹബ്. അബൂലഹബിന്റെ വാക്കർത്ഥം എന്നുള്ളത് അബു പിതാവ്, ലഹബ് പറഞ്ഞ തീയിന്റെ പിതാവ്, തീയുടെ വാപ്പ എന്നാണ് അബൂലഹബിന്റെ വാക്കർത്ഥം തന്നെ. ഈ അബൂലഹബ് എന്നുള്ള നാമം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യന് ലഭിക്കാൻ തന്നെ കാരണം, നാം പറയാറുണ്ട് അധികമായി കോപിക്കുന്ന ആളുകളെ, നീ എന്താണ് ചൂടാവുന്നത്, നീ എന്താണ് കിടന്ന് കത്തുന്നത് എന്നെല്ലാം പല ഭാഷകളിലായി നമ്മൾ പറയാറുണ്ട്. അത് സർവ്വസാധാരണമാണ്. അതായത് ചൂടാകുന്ന പ്രകൃതക്കാരെ നമ്മൾ തീയിനോട് ഉപമിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ തീയിന്റെ വാപ്പ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ അതിയായി കോപം പ്രകടിപ്പിച്ചു. അതുകൊണ്ടാണ് അദ്ദേഹത്തെ അബൂലഹബ്, തീയിന്റെ വാപ്പ എന്ന് പറയുന്നത്. ഇവിടെ തീയിന്റെ വാപ്പ, ഈ കാലഘട്ടത്തിലും ഇസ്ലാമിന് തീയിന്റെ വാപ്പകളുണ്ട്. നമ്മൾ പരിശോധിച്ചാൽ അറിയാം, മിഡിൽ ഈസ്റ്റിലെ ഇസ്ലാമിക രാജ്യങ്ങൾ, ഒരു കാലഘട്ടത്തിൽ പ്രതാപം കൊണ്ട് നടന്നിരുന്ന ഫലസ്തീനും ഇറാഖും പോലുള്ള ഒരുപാട് ദേശങ്ങൾ ഇന്ന് ഇസ്ലാമിനെതിരെ കോപം പ്രകടിപ്പിക്കുന്ന തീയിന്റെ വാപ്പകളുടെ കൈ കടത്തലുകളാൽ നശിപ്പിക്കപ്പെട്ടത്. എന്താണ് അവരുടെ ഇരു കൈകൾ? അബൂലഹബിന്റെ ഇരു കൈകളും നശിക്കട്ടെ, തീയിന്റെ വാപ്പകളുടെ ഇരു കൈകളും നശിക്കട്ടെ. ആ ഇരു കൈകൾ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റലിസവും കമ്മ്യൂണിസവുമാണ്. ഇത് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ, തീയിന്റെ വാപ്പകളായി രണ്ടു ചേരിയിൽ നിൽക്കുന്ന അമേരിക്കയും റഷ്യയും എടുത്താൽ, അമേരിക്ക എന്ന് പറഞ്ഞാൽ ക്യാപിറ്റലിസവും റഷ്യ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് ഭരണവുമാണ് അവരുടെ കയ്യിൽ. ക്യാപിറ്റലിസ്റ്റ് ഭരണമായിട്ടുള്ള അമേരിക്കയിൽ ഭൗദൈവാരാധനയാണ് അവിടെയുള്ളത്. എന്നാൽ കമ്മ്യൂണിസ്റ്റ് ചേരികളിലോ അവിടെ നിരീശ്വരവാദവുമാണ്. അവരുടെ ഈ ചേരിതിരിവിനെ സംബന്ധിച്ചുള്ള ആ അബൂലഹബിന്റെ, ഈ തീയിന്റെ വാപ്പകളായ അമേരിക്കയെയും റഷ്യയെയും സംബന്ധിച്ചുള്ള, അവരാണല്ലോ തീ കൊണ്ട് കളിക്കുന്ന ആളുകൾ. ലോകത്ത് തീ കൊണ്ട് പണം ഉണ്ടാക്കുന്ന, അതായത് ആയുധ കച്ചവടം നടത്തി പണം ഉണ്ടാക്കുന്ന രണ്ട് കൂട്ടരാണ് അമേരിക്കയും റഷ്യയും. ഇവരെ സംബന്ധിച്ച് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അവർ തീ കൊണ്ട് കളിക്കുന്ന ഒരു വിഭാഗമായിരിക്കും. അവർ മേലോട്ട് തീയമ്പ് വിടും. തീയമ്പ് വിടും എന്ന് പറഞ്ഞാൽ ഇന്നത്തെ റോക്കറ്റിനെ സംബന്ധിച്ചാണ് അന്ന് തീയമ്പ് എന്ന് പറഞ്ഞത്, മിസൈലിനെ സംബന്ധിച്ച്. അവർ ഇത് ഉൽപ്പാദിപ്പിക്കുന്ന ജനങ്ങളുടെ സമ്പത്ത് കാർന്നു തിന്നുന്ന രണ്ട് കൂട്ടരായിരിക്കും. ഈ രണ്ട് ചേരികളാണ് ഇന്നത്തെ അമേരിക്കയും റഷ്യയും. ഒന്നാം ലോക മഹായുദ്ധവും രണ്ടാം ലോക മഹായുദ്ധവും എല്ലാം പരിശോധിച്ചാൽ നമുക്ക് കാണാം, ക്യാപിറ്റലിസത്തിന്റെയും കമ്മ്യൂണിസത്തിന്റെയും രണ്ട് ചേരികൾ ഉണ്ടായിരുന്നു. അവരുടെ തലപ്പത്ത് ഇന്ന് റഷ്യയും അമേരിക്കയുമാണ്. അപ്പോൾ ഇന്നത്തെ തീയിന്റെ വാപ്പ അബൂലഹബ് എന്ന് പറഞ്ഞാൽ അമേരിക്കയും റഷ്യയുമാണ്. അവരുടെ ഇരു കൈകൾ എന്ന് പറഞ്ഞാൽ ബൗദ്ധൈവാരാധനയെയും നിരീശ്വരവാദത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. ഇത് നാശമടയും, ഇത് നശിക്കുക തന്നെ ചെയ്യും എന്നാണ് ആദ്യത്തെ വചനത്തിൽ ഈ കാലഘട്ടത്തിലെ പരിശുദ്ധ ഖുർആന്റെ വ്യാഖ്യാനം, യഥാർത്ഥ അർത്ഥതലം എന്നുള്ള നിലക്ക് നമുക്ക് പരിശോധിക്കാനുള്ളത്. ഇനി രണ്ടാമത്തെ ആയത്ത് എന്നത് മാ അഹ്ന അൻഹു മാലുഹു വമാ കസബ്. ഇതാണ് അടുത്ത ഖുർആനിക ആയത്ത്. അതായത് ഇതിന്റെ വിവക്ഷ എന്നത് അവന്റെ ധനവും അവൻ സമ്പാദിച്ചതും അവന് ഉപകാരപ്പെട്ടില്ല എന്നുള്ളതാണ്. എന്താണ് ഈ അമേരിക്ക റഷ്യ, അതായത് തീയിന്റെ വാപ്പകളുടെ, ഈ കാലഘട്ടത്തിലെ തീയിന്റെ വാപ്പകളുടെ ധനം എന്നത്? അവർ ഈ തീയിനാൽ സമ്പാദിച്ച, അതായത് ആയുധ കച്ചവടം നടത്തി അവർ സമ്പാദിച്ച അവരുടെ ധനം, അവരുടെ ടെക്നോളജികൾ മുഖേന അവർ സമ്പാദിച്ച അവരുടെ ധനം, അവരുടെ ധനവും അവർ സമ്പാദിച്ചതും. എന്താണ് അവർ സമ്പാദിച്ചത്? അവർ സമ്പാദിച്ചത് എന്ന് പറഞ്ഞാൽ ദരിദ്ര രാഷ്ട്രങ്ങളിൽ നിന്നും അവികസിത രാഷ്ട്രങ്ങളിൽ നിന്നും എല്ലാം അവർ നേടിയെടുത്ത ഉടമ്പടികൾ മൂലം, ആയുധ കച്ചവട കരാറുകൾ മൂലം അവർ മറ്റുള്ള ജനരാഷ്ട്രങ്ങളെ പിഴിഞ്ഞെടുത്ത പണം, ഇതൊന്നും അവർക്ക് ഉപകരിക്കാത്ത ഒരു കാലഘട്ടം ഇതാ അടുത്തിരിക്കുന്നു എന്നാണ് പറയുന്നത്. അടുത്ത ആയത്ത് എന്നത് സയസ്ലാനാറൻ ദാത്തലഹബ് എന്നതാണ്. അതായത് അവൻ ജ്വലിക്കുന്ന അഗ്നിയിൽ അവൻ പ്രവേശിപ്പിക്കപ്പെടുന്നതാണ് എന്നാണ്, കിടന്നെരിയുന്നതാണ്. ആ ജ്വലിക്കുന്ന അഗ്നിയിൽ അവൻ കിടന്നെരിയുന്നത് ആണ് എന്നാണ് ആ ആയത്തിന്റെ അർത്ഥം. ഞാൻ മുമ്പ് ഒരുപാട് പറഞ്ഞല്ലോ ഈ ജ്വാലാഗ്നി എന്നതുകൊണ്ട് എന്താണ് വിവക്ഷ എന്ന്. അവരുടെ തന്നെ ഈ ജ്വാലാഗ്നിയിൽ, അവർ തന്നെ കണ്ടുപിടിച്ച് ഇത്തരം ജ്വാലാഗ്നിയിൽ കിടന്ന് അവർ തന്നെ എരിഞ്ഞമർന്ന് അവർ തന്നെ നാശമടയുന്നതാണ് എന്നാണ് ഇതുകൊണ്ടുള്ള വിവക്ഷ.
മസദ് സൂറത്തിൽ അടുത്ത ആയത്ത് വംറത്തുഹു അമ്മാലത്തൽ ഹത്തബ് എന്ന് തുടങ്ങുന്ന അത്ഭുതാവഹമായ ആയത്ത്, ആ ആയത്ത് നമുക്ക് പരിശോധിക്കാം. അവന്റെ ഭാര്യയും, അതെ, ആ വിറക് ചുമട്ടുകാരിയായ അവന്റെ ഭാര്യയും നാശമടയുന്നതാണ് എന്നാണ് അതിന്റെ അർത്ഥം. എന്താണ് വിറക്? വിറക് ചുമട്ടുകാരി എന്താണ് വിറക്? ഞാൻ പറഞ്ഞു, അബൂലഹബ് എന്ന് പറയുന്നത് കോപം പ്രകടിപ്പിക്കുന്നവരെ പരിശുദ്ധ ഖുർആൻ വിശേഷിപ്പിച്ച പദമാണ് എന്നുള്ളത്. നമ്മൾ രണ്ട് പേർ തമ്മിൽ നടക്കുന്ന തർക്കത്തിനിടയ്ക്ക് മൂന്നാമതൊരാൾ വന്നിട്ട് ഏതെങ്കിലും ഒരു വ്യക്തിയെ തിരികയറ്റും. നമ്മൾ തിരികയറ്റും എന്നാണ് പദം പ്രയോഗിക്കാറ്, അല്ലെങ്കിൽ മണ്ണെണ്ണ ഒഴിച്ചു കൊടുക്കുക എന്നൊക്കെ പറയും. അതായത് ഒരു വ്യക്തി അധികം കോപം പ്രകടിപ്പിക്കാൻ വേണ്ടി അധികമായി അവർക്ക് പ്രചോദനം നൽകുന്ന ആളുകളെ ഈ അധികം തിരികയറ്റണ്ട എന്നൊക്കെ പറയും. ഇതാണ് വിറക് ചുമട്ടുകാരിയായ അവന്റെ ഭാര്യ എന്ന് പറയുന്നത്. കാരണം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചുള്ള അപവാദങ്ങൾ അബൂലഹബിന് വിവരം അറിയിച്ചു കൊടുക്കുന്നത് അവന്റെ ഭാര്യയായിരുന്നു. അതായത് തീ കത്താൻ അന്നത്തെ ഇന്ധനം എന്ന് പറഞ്ഞാൽ വിറകാണ്. ഇന്നാണ് പെട്രോളും ഡീസലും എല്ലാം വന്നത്. അപ്പോൾ വിറക് ചുമട്ടുകാരിയായ അവന്റെ ഭാര്യയ്ക്കു നാശം. എന്നാൽ ഇന്നത്തെ അബൂലഹബിന്റെ മുഖം എന്നുള്ളത് അമേരിക്കക്കും റഷ്യക്കുമാണുള്ളത്. ഈ അമേരിക്കക്കും റഷ്യക്കും ഇന്ധനം നൽകുന്ന, അതായത് ഇന്നത്തെ വിറകായിട്ടുള്ള, ഇന്നത്തെ ഇന്ധനമായിട്ടുള്ള പെട്രോളും ഡീസലും നൽകുന്ന ഇവരുടെ സഖ്യകക്ഷിയായിട്ടുള്ള ഭാര്യ ആരാണെന്ന് ഖുർആനിക അത്ഭുതാവഹമായ ആ ഖുർആനിക വചനം അടുത്ത ആയത്തിൽ പറയുന്നു. അതെ, അടുത്ത ആയത്ത് എന്നത് ഫീ ജീദിഹ അബ്ലും മിൻ മസദ് എന്നുള്ളതാണ്. ആ ആയത്തിന്റെ വിവക്ഷ എന്ന് പറഞ്ഞാൽ ഈന്തപ്പന നാരുകൊണ്ട് ചുറ്റപ്പെട്ടവൾ എന്നുള്ളതാണ്. ആരാണ് ഈ അബൂലഹബിന്റെ ഈന്തപ്പന നാരുകൊണ്ട് ചുറ്റപ്പെട്ട ഈ വിറക് ചുമട്ടുകാരിയായ ഭാര്യ? അബൂലഹബ് എന്ന ഈ തീയിന്റെ വാപ്പ, ഇന്നത്തെ ഇസ്ലാമിക ലോകത്തിന്റെ തീയിന്റെ വാപ്പകളായ അമേരിക്കക്കും റഷ്യക്കും ഇന്ധന കച്ചവടം നടത്തുന്ന ആ ഈന്തപ്പന നാരുകൊണ്ട് ചുറ്റപ്പെട്ട ആ സഖ്യകക്ഷിയായിട്ടുള്ള ഭാര്യ, ആ രാഷ്ട്രം ഏതാണ്? അത് സൗദി അറേബ്യയാണ്. നമുക്കറിയാം, ഇന്നും ഇന്നലെയുമായി ഞാൻ വാർത്തകളിൽ കേട്ടു, ഇറാനെതിരെ അമേരിക്ക യുദ്ധത്തിനൊരുങ്ങുന്ന വിവരങ്ങളെല്ലാം. അമേരിക്ക വിമതരെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ റഷ്യ ആ ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്യും. അമേരിക്ക ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ റഷ്യ വിമതരെ സപ്പോർട്ട് ചെയ്യും. എന്തിനാണ് ഇവർ ഇങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്ത് നിലനിൽക്കുന്നത്? ഇവരുടെ ആയുധ കച്ചവടം നടത്താൻ ഇവർക്ക് യുദ്ധങ്ങൾ, തീയിന്റെ അഗ്നി, തീയിന്റെ വാപ്പകളായി നിലനിൽക്കുക തന്നെ വേണം. അപ്പോൾ ഇന്നത്തെ സൗദി അറേബ്യയുടെ അവസ്ഥയോ, ഈ തീയിന്റെ വാപ്പയ്ക്ക് ഇന്ധനം കൊണ്ടു കൊടുക്കുന്ന ഈ ഈന്തപ്പന നാര് കൊണ്ട് ചുറ്റപ്പെട്ട ഇവൾ ഈ ഭാര്യ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സൗദി അറേബ്യയാണെന്ന് പറഞ്ഞു. ശക്തമായ താക്കീതാണ് പരിശുദ്ധ ഖുർആന്റേത്. ഓർമ്മിപ്പിക്കുകയാണ്. അതിശക്തമായ താക്കീതാണ്. നാശമടയുമെന്നാണ് പറയുന്നത്. ഓർത്തുകൊള്ളുക. പരിശുദ്ധ ഖുർആനെ വിസ്മരിച്ച് ഇന്നത്തെ സമൂഹം, ഇസ്ലാമിക സമൂഹം ഇങ്ങനെ പോകുന്നു. അതിശക്തമായ താക്കീത് ഓർമ്മപ്പെടുത്തുന്നു. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഇസ്ലാമിക ലോകത്തിന് പരിശുദ്ധ ഖുർആൻ മുറുകെ പിടിച്ച് ജീവിക്കാനുള്ള അള്ളാഹുവിൽ നിന്നുള്ള പ്രത്യേകമായ സഹായം ഇറങ്ങുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഇവിടെ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.